സുരക്ഷിതമായ നടപ്പാതയിലൂടെ നടക്കുക എന്നത് മൗലികാവകാശമാണെന്ന് സുപ്രീം കോടതി അടിവരയിട്ട് പറയുമ്പോഴും പ്ലാനിൽ പോലും നടപ്പാത എന്ന സങ്കല്പമില്ലാത്ത ഒരു പാലമുണ്ട് കൊച്ചിയിൽ. പേട്ട പാലം. കൊച്ചി കോർപ്പറേഷനെയും തൃപ്പൂണിത്തുറ നഗരസഭയെയും ബന്ധിപ്പിക്കുന്ന പാലമാണിത്. നിരവധി അപകടങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത്. രാജ്യത്തെ എല്ലാ റോഡുകളിലും നടപ്പാത ഉറപ്പാക്കണമെന്ന് സുപ്രീം കോടതി കേന്ദ്രത്തോട് നിർദ്ദേശിച്ചിരിക്കുകയാണ്. കാൽനട യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ നടപ്പാത ഉറപ്പായും വേണം. അത് മൗലിക അവകാശമാണ് എന്ന് തന്നെയാണ് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടുന്നത്. പക്ഷേ പലയിടങ്ങളിലും റോഡുകളിൽ നടപ്പാതകളില്ല. ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ റോഡ് ഇതെന്ന് പറയുന്നത് പേട്ട പാലമാണ്. ഇതൊരു നിരന്തരം വാഹനങ്ങൾ കടന്നു പോകുന്നത്. തൃപ്പൂണിത്തുറയും കൊച്ചി കോർപ്പറേഷനും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ്. എന്തുകൊണ്ടാണ് ഈ പാലം പണിതപ്പോൾ അതിലേക്ക് ഒരു പക്ഷേ പഴയ ഒരു കാലഘട്ടത്തിലേക്ക് കുറച്ചുകൂടി ബാക്കിലേക്ക് വരുമ്പോൾ ഒരുപാട് പഴയ ഒരു പാലമാണ്. നമുക്ക് വാഹനങ്ങൾ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുമാണ് കടന്നു പോകുന്നത്. ആ ഒരു സമയത്ത് കാൽനട യാത്രക്കാരെ പരിഗണിക്കാതെ പോയത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യം ബാക്കിയാണ്. പക്ഷേ ഇതിലൂടെ ഒരു യാത്രക്കാരന് നടന്നു വരാൻ സാധ്യമല്ല. അതല്ലെങ്കിൽ ഇത്ര അധികം കൺജസ്റ്റഡായ അല്ലെങ്കിൽ എപ്പോഴും ഇത്തരം തിങ്ങി നിറഞ്ഞു വാഹനങ്ങൾ വരുന്ന ഒരു ഇടം കൂടിയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇങ്ങനെ അതായത് സുപ്രീം കോടതിയുടെ ഉത്തരവ് നടപ്പിലാക്കാൻ കഴിയുക എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ്. പ്രത്യേകിച്ചും ഇതിൻ്റെ ഒരു വശത്തേക്ക് പോകുമ്പോൾ അത് റെയിൽവേക്ക് വേണ്ടിയിട്ടുള്ള ഇടവും മറ്റൊരു വശത്തേക്ക് മിൽമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇടവുമാണ്. അത്തരത്തിൽ ഇതിൻ്റെ വീതി കൂട്ടി അത്തരത്തിൽ നടപ്പാതകൾ ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ളൊരു സാഹചര്യം കൂടി ബാക്കിയാവുന്നുണ്ട്. അത്തരം ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ്. എന്നിരുന്നാലും എറണാകുളത്തിലെ പലയിടങ്ങളിലും ഇത്തരത്തിൽ നടപ്പാതകൾ ഇല്ലാത്ത സാഹചര്യം നിലവിലുണ്ട്. സുപ്രീം കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് കാൽനട യാത്രക്കാർക്കൂടെ സൗകര്യം പരിഗണിച്ച് വേണം റോഡുകൾ, അതായത് രാജ്യത്തെ എല്ലാ റോഡുകൾക്കും നടപ്പാത ഉറപ്പാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിനോട് എന്ത് പറയുന്നു? അത് വേണമെന്ന് നിർബന്ധമോ എന്നുവെച്ചാൽ നടപ്പാത വേണമെന്ന് മാത്രമല്ല, നടപ്പാതയിൽ ഒരു കൈവരികൊണ്ട് വേണം. ഈ പാലത്തിൽ നടപ്പാത ഇല്ലാതായിട്ട് ഒരുപാട് കാലമായാലും ഒരുപാട് വർഷം ഇവിടെ ഉണ്ടായിട്ടേ ഇല്ല. ഇവിടെ വെറുതെ പാലം നോക്കാം. പിന്നെ മറ്റേ ചോയ്സ് ഉള്ളതുകൊണ്ട് ചോയ്സുകാർക്ക് വേണ്ടിയുള്ള പാലമോ നടപ്പാത വേണമെന്നാ പറയണത്. വേണം എന്ന് പറഞ്ഞാൽ ഇത് വേണ്ടതാണ്. നടപ്പാത അത്യാവശ്യമാണ് ഇവിടെ, അതിന് സംശയമൊന്നുമില്ല. അതെ, വീതി കുറവാണ്. ഇതിന് എന്താ പ്രോബ്ലം എന്നറിയില്ല, എന്ത് ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ടോയെന്ന് അറിയില്ല. പകുതിക്ക് വെച്ച് അങ്ങോട്ട് നടപ്പാത ഉണ്ടെന്ന് തോന്നുന്നു. എന്തോ ഒരു സ്റ്റെയർ കേസിൽ കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഇത് അടഞ്ഞു കിടക്കുകയാണ്. മുൻപ് പാലം നിർമ്മിക്കുമ്പോൾ സ്വകാര്യ സ്ഥാപനങ്ങളെ, വ്യക്തിയുടെ സ്ഥാപനങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാലം നിർമ്മിച്ചത്. അതല്ലെങ്കിൽ അതിന് അത്തരം സഹായങ്ങൾ അവർക്ക് നൽകാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള ആരോപണങ്ങളുണ്ട്. ആ ഒരു സാഹചര്യത്തിലും ഇതിപ്പോൾ സുപ്രീം കോടതിയുടെ ഉത്തരവുണ്ട്. പെഡസ്ട്രിയൻ ഇടം വേണം, അത്തരത്തിൽ നടപ്പാതകൾ വേണം. നാട്ടുകാർക്ക്, അതായത് റോഡിൽ വാഹനങ്ങളെക്കാൾ കൂടുതൽ സുരക്ഷ ഉറപ്പാക്കേണ്ടതും പ്രാധാന്യം നൽകേണ്ടതും കാൽനട യാത്രക്കാർക്കാണ് എന്ന് സുപ്രീം കോടതിയുടെ ഉത്തരവുണ്ട്. ആ നിർദ്ദേശം പാലിക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ ആ നിർദ്ദേശം പാലിക്കാൻ ശക്തമായ നിർദ്ദേശം കേന്ദ്ര സർക്കാരിന് നൽകിയിരിക്കുന്ന സാഹചര്യത്തിലും ഇത്തരം വലിയ വൈതരണികളാണ് കേന്ദ്ര സർക്കാർ ആയാലും സംസ്ഥാന സർക്കാർ ആയാലും നേരിടേണ്ടി വരിക. ഏത് വശത്തേക്ക് സ്ഥലമേറ്റെടുക്കൽ ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങളിൽ ഈ പാലത്തിൽ തന്നെ നടപ്പാതെ ഉണ്ടാക്കിയാൽ തന്നെ അതിൻ്റെ വീതി കുറഞ്ഞു പോവുകയും ഇപ്പോൾ തന്നെ നമുക്ക് കാണാം ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. ഭയങ്കര തിങ്ങി നിറഞ്ഞ്, അതായത് നമ്മൾ അവിടെ നിന്ന് നിൽക്കുമ്പോൾ പോലും നമുക്ക് നമ്മുടെ വാഹനങ്ങളിങ്ങനെ മുട്ടിയില്ല എന്നുള്ള തരത്തിലേക്കാണ് അത് പോകുന്നത്. അത്രയും കൺജസ്റ്റഡായ റോഡാണ് ഇവിടെ ഉള്ളത്. ഒരുപക്ഷേ ഈ നടപ്പാത ഇല്ലാത്ത എന്ന് പറയുന്ന പല ഇടങ്ങളും പല സ്ഥലങ്ങളും റോഡുകളും ഒക്കെ ഇത്തരത്തിൽ ഇടുങ്ങിയ വഴികളാണ്. അവിടെ വീണ്ടും നടപ്പാത കൂടി വരുമ്പോൾ അതിൻ്റെ വീതി ഈ പറയുന്നതിൽ കുറഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടാകും. വാഹനങ്ങൾക്ക് കടന്നു പോകാൻ പറ്റാത്ത തരത്തിൽ അതിൻ്റെ വീതി കുറഞ്ഞു പോകും. അപ്പോൾ വീണ്ടും സ്ഥലമേറ്റെടുക്കൽ നടപടികളിലേക്ക് കടക്കണം. അങ്ങനെ അതായത് നടപ്പാത ഉറപ്പാക്കണമെന്ന് സുപ്രീം കോടതി മുന്നോട്ട് നിർദ്ദേശിക്കുമ്പോഴും ഉത്തരവിടുമ്പോഴും അത് നിർദ്ദേശം പാലിക്കാൻ ഒരുപാട് തടസ്സങ്ങൾ സർക്കാരിൻ്റെ മുന്നിലുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.